sulublog സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചാള കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ചാള എന്നാണ് പറയുന്നത്, ചിലവർ അതിനെ മത്തി എന്ന് പറയാറുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മളൊരു മുളക് കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളുടേതായ റെസിപ്പിയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിന്റെ റെസിപ്പി അറിയാൻ വേണ്ടി വീഡിയോയിലേക്ക് കടക്കാം. ചാളക്കറി വെക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ആദ്യം തന്നെ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചെടുത്ത് അത് ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 മുളക് 2ആയിട്ട് കീറിയതും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞൊരു പാകത്തിലാവണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല പാകത്തിലായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടി ഐറ്റംസ് ആണ് ചേർക്കുന്നത്. ഞങ്ങളിവിടെ 2.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. നമ്മുടെ പൊടി ഐറ്റംസിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഐറ്റംസ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മസാല ഐറ്റംസിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ പുളിവെള്ളമാണ്. ഒരു അരമണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ്. നമ്മുടെ നാരങ്ങയോളം വരുന്ന പുളിയാണ്. നമുക്ക് പുളിവെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമുക്ക് പാകത്തിനനുസരിച്ചുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനിയാണ് നമ്മൾ അടുത്ത ഐറ്റം ചേർക്കുന്നത്. നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചാള അങ്ങോട്ട് പറക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീനൊന്ന് പൊടിയാതെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു ഡയലോഗ് കടമെടുക്കുകയാണ്. എൻ്റെ പൊന്ന് സാറേ, ഇതിൻ്റെ മണം കേട്ടിട്ട് എനിക്കിപ്പോഴേ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മുടെ ചാളയുടെ അരപ്പും മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടാൻ വേണ്ടി നമ്മൾ 10-15 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുകളിലേക്ക് കുറച്ച് പച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കാതെ ഒന്ന് ചുറ്റിച്ചെടുത്താലോ. അങ്ങനെ നമ്മുടെ ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കോമ്പിനേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത് ചീനിയാണ്. അപ്പോൾ ചീനിയും ചാളക്കറിയും നമുക്ക് ടേസ്റ്റ് ചെയ്താലോ. അപ്പോൾ നമ്മൾ ചീനിയും ചാളക്കറിയും ടേസ്റ്റ് ചെയ്യാൻ പോയാണ്. ഒന്നും പറയണ്ട, ഉഗ്രൻ, അടിപൊളിയായിട്ട്. നമ്മൾ ചീനിയായിട്ട് കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.